ഇനി ഒരൊറ്റ നിസ്കാരത്തിലും നമ്മൾ വജ്ജകത്ത് ഉപേക്ഷിക്കാൻ പാടില്ല. വജ്ജകത്തുവിനെ ഉപേക്ഷിക്കുമ്പോ ഈ വിശുദ്ധമായ ഹദീസുകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. മയ്യത്ത് നിസ്കാരമല്ലാത്ത എല്ലാ നിസ്കാരങ്ങളും ഉണ്ടല്ലോ. സുന്നത്ത് നിസ്കാരമാണെങ്കിലും ളുഹാ നിസ്കാരമാണെങ്കിലും തഹജ്ജുദ് നിസ്കാരമാണെങ്കിലും തസ്ബീഹ് നിസ്കാരമാണെങ്കിലും പെരുന്നാൾ നിസ്കാരമാണെങ്കിലും ഫർള് നിസ്കാരമാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, നിങ്ങൾ വജ്ജകത്ത് മറക്കാൻ പാടില്ല. ദുആഉൽ ഇഫ്തിതാഹ് ഉണ്ടല്ലോ, അത് മറക്കാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് അതിന്റെ വഴികളെല്ലാം ഞാൻ ഇവിടെ പറഞ്ഞു തരാം. ആ വിശുദ്ധമായ വജ്ജകത്ത് ദുആഉൽ ഇഫ്തിതാഹിൽ ഹബീബാൻ നബി തങ്ങൾ ദുആ ചെയ്തത് എന്തെല്ലാമെന്ന് നമുക്ക് ഓരോന്നോരോന്ന് വിളിച്ചുകൊണ്ട് പറയാം. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ, അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. വിശുദ്ധമായ ഫാത്തിഹ സൂറത്തുണ്ടല്ലോ, ഫാത്തിഹയുടെ മുമ്പ് 2 സുന്നത്തുകളുണ്ട്. ഒന്ന് വിശുദ്ധമായ ദുആഉൽ ഇഫ്തിതാഹാണ്. ഇൻഷാ അല്ലാഹ് അതിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പറയാം. ആ ദുആഉൽ ഇഫ്തിതാഹ് ചൊല്ലുമ്പോ മഹാന്മാരായ മലക്കുകൾ ചില മനുഷ്യന്മാരെ സംബന്ധിച്ച്, എടാ കള്ളാ, നീ എന്തിനാടാ ഇത് പറയുന്നത് എന്നിങ്ങനെ മലക്കുകൾ ഇങ്ങനെ ഈ മനുഷ്യനെ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്ന ചില സന്ദർഭങ്ങളുണ്ട്. സഹോദരിമാരെ, സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ് പറയാം നമുക്ക്. അതേപോലെ തന്നെയാണ് വിശുദ്ധമായ നിസ്കാരങ്ങളിലേക്ക് നിങ്ങൾ കടന്നു കഴിഞ്ഞ ഫാത്തിഹ സൂറത്ത് ഓതുന്നതിന്റെ മുമ്പായി, ഫാത്തിഹ സൂറത്തിന് ഓതുന്നതിന്റെ മുമ്പായി 2 സുന്നത്തുകൾ ഉണ്ട്. വിശുദ്ധമായ ദുആഉൽ ഇഫ്തിതാഹ ഒന്ന്, രണ്ടാമത്തതോ വിശുദ്ധമായ അഊദു ചൊല്ലലാണ്. റകഅത്തിലെല്ലാം നീ തഅവ്വുദൊരിക്കലും മക്റൂ തന്നെ ഇആനത്തിൽ നോക്കൊന്നിലും, അതുപോലെ തന്നവ സാനത്തത്തഹിയാത്തിലും അവസാനമിൽ നിന്നും തഅവ്വുദൊരിക്കലും. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഖൈർ നൽകണേ തമ്പുരാനെ. പടച്ചവനെ പിടവൊന്നുമില്ല ദാക്ക് റബ്ബേ, കർമ്മവും സ്വീകാര്യമാക്കി തരണമേ നിസ്കാരവും. അല്ലാഹുവേ നീ ഞങ്ങളുടെ നിസ്കാരങ്ങളെല്ലാം സ്വീകരിക്കണേ അല്ലാഹുവേ. ഉറക്കാമീൻ പറ, എല്ലാവരും ആമീൻ പറ. പടച്ചവനെ റബ്ബേ, ഞങ്ങളുടെ നിസ്കാരങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. നിങ്ങൾ വജ്ജകത്ത് ഓതാതെ ഒരൊറ്റ നിസ്കാരവും നിങ്ങൾ നിസ്കരിക്കല്ലേ. വജ്ജകത്തിനെ ഉപേക്ഷിക്കുക എന്നുള്ളത് കറാഹത്താണ്, കറാഹത്താണ്, കറാഹത്താണ്. ഇത് പറയാനുണ്ടായ കാരണം എന്തെന്നറിയോ? ചില ഇമാമിങ്ങൾ വജ്ജകത്ത് ഓതുക എന്നുള്ളത് നിർബന്ധമാണെന്ന് പറയുന്നവരുണ്ട്. അത് വജ്ജകത്തുവല്ലേ, അത് ഫർളൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിസ്സാരമാക്കല്ല സഹോദരന്മാരെ, സഹോദരിമാരെ. നിസ്കാരത്തിൽ വജ്ജകത്ത് ഉപേക്ഷിക്കുക എന്നുള്ളത് അത് വജ്ജകത്ത് ഓതൽ സുന്നത്താണെന്ന് മാത്രമല്ല, നിസ്കാരത്തിൽ എല്ലാ സുന്നത്തുകളും ഉപേക്ഷിച്ചാൽ കറാഹത്ത് ലഭിക്കുകയില്ല. എന്നാൽ വജ്ജകത്തു അങ്ങനെയല്ല. അതൊരു സുന്നത്തായ അമലാണെങ്കിലും അതിനെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അത് കറാഹത്താണ്, കറാഹത്താണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനാകുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇനി ഒരൊറ്റ നിസ്കാരത്തിലും നമ്മൾ വജ്ജകത്ത് ഉപേക്ഷിക്കാൻ പാടില്ല. വജ്ജകത്തുവിനെ ഉപേക്ഷിക്കുമ്പോ ഈ വിശുദ്ധമായ ഹദീസുകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. ളുഹറിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ടല്ലോ, ആ നിസ്കാരത്തിൽ നാം വജ്ജകത്ത് ഉപേക്ഷിക്കാൻ പാടില്ല. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റുന്നുകൊണ്ട് വജ്ജകത്ത് ഓതാറുണ്ടല്ലോ, ആ വജ്ജകത്തിന് സുന്നത്ത് തഹജ്ജുദ് നിസ്കരിക്കാറുണ്ടല്ലോ, ആ തഹജ്ജുദ് നിസ്കാരത്തിൽ വജ്ജകത്ത് ഉപേക്ഷിക്കാൻ പാടില്ല. അപ്പോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഈ ഹദീസുകൾ കടന്നു വരട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇദാ കബ്ബറ, അല്ലാഹുവിന്റെ ഹബീബായ
നബി തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയ എത്ര തിരക്കുണ്ടായാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സകത ബൈന തക്ബീരി വൽ ഖിറാഅ. ഹബീബായ നബി തങ്ങളെ സംബന്ധിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വിശുദ്ധമായ ഫാത്തിഹ സൂറത്തുണ്ടല്ലോ, എന്റെ ഉമ്മമാര് ശരിക്ക് വാള് കേൾക്കണേ, ശരിക്ക് ഈ വിശുദ്ധമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ പറ്റി അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, ഫാത്തിഹ സൂറത്തിന്റെയും തക്ബീറത്തുൽ ഇഹ്റാമിന്റെയും ഇടയിൽ അല്ലാഹുവിന്റെ റസൂൽ അല്പനേരം ഒന്ന് മിണ്ടാതെ നിൽക്കുമായിരുന്നു. ആ സമയത്തിൽ ഖാല അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, ഫഖുൽതു ഞാൻ ഹബീബായ നബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, ബിഅബി അൻത വഉമ്മി, അല്ലാഹുവിന്റെ റസൂലേ, എൻ്റെ ഉമ്മാനെയും ഞാൻ നിങ്ങളുടെ മേൽ എന്ത് ചെയ്യുന്നു? അല്ലാഹുവേ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു പ്രകീർത്തിച്ചുകൊണ്ട് ഒരു അദബിന്റെ വാക്കാണത്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, റസൂലുള്ളാഹി തങ്ങളോട് അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, അറഅയ്ത സുകൂതക ബൈന തക്ബീരി വൽ ഖിറാഅത്തി ഫഅഖ്ബിർനി മാ തഖൂലു യാ റസൂലല്ലാഹ്. ഹബീബായ നബിയേ, നിങ്ങൾ വിശുദ്ധമായ തക്ബീറിന്റെയും വിശുദ്ധമായ ഫാത്തിഹ സൂറത്തിന്റെയും ഇടയിൽ നിങ്ങൾ എന്താണ് ചൊല്ലാറുള്ളത് നബിയേ? നിങ്ങൾ എന്താ മിണ്ടാതെ നിൽക്കുന്നത് നബിയേ? ആ സമയത്തിലാണ് ഖാല, നബി തങ്ങൾ പറയുന്നത്, അഖൂലു, ഞാൻ ആ സമയത്തിൽ പറയുന്ന വാക്കിതാണ്, അല്ലാഹുമ്മ ബാഇദ് ബൈനി വ ബൈന ഖതായ. എല്ലാവരും ഇതൊന്ന് എഴുതി വെക്കണേ. ഇത് ഇൻഷാ അല്ലാഹ് ദുആഉൽ ഇഫ്തിതാഹിന്റെ ചില രൂപങ്ങളാണ്. വജ്ജഹത്തു മാത്രമല്ല ദുആഉൽ ഇഫ്തിതാഹ് ഉള്ളത്. ദുആഉൽ ഇഫ്തിതാഹിന്റെ പല കോലങ്ങൾ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൽ പ്രബലമായ ദുആഉൽ ഇഫ്തിതാഹാണ് വജ്ജഹത്തു എന്ന് പറയുന്നത്. എന്നാൽ എൻ്റെ കൊച്ചുപെങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളുടെ സുന്നത്ത് നിസ്കാരങ്ങളിൽ ഇതുപോലെയുള്ള നല്ല നല്ല ദുആ ഉണ്ടല്ലോ. ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്ത ദുആയാണ്, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെല്ലാം പുറത്തു തരാൻ. നമ്മുടെ കണ്ണുകൊണ്ട് ഹറാമ് കണ്ടുപോയതുണ്ടല്ലോ, നമ്മുടെ നാവ് കൊണ്ട് ഹറാമ് സംസാരിച്ചു പോയതുണ്ടല്ലോ, നമ്മുടെ കൈകളെ കൊണ്ട് ഹറാമിനെ തൊട്ടുപോയതുണ്ടല്ലോ, എല്ലാം പുറത്തു തരാൻ ഈ ഒരു വിശുദ്ധമായ പ്രാർത്ഥന വല്ലാത്ത ഗാംഭീര്യമുള്ളതാണ്, വല്ലാത്ത മഹത്വമുള്ളതാണ്. ആരും മറന്നു പോകല്ലേ, എഴുതി വെക്കാൻ മറക്കല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അഖൂലു അബൂ ഹുറൈറ, ഞാൻ ആ സമയത്തിൽ പറയുന്ന വാക്കെന്തെന്നറിയോ? അല്ലാഹുമ്മ ബാഇദ് ബൈനി വ ബൈന ഖതായാ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബി. ഈ ഒരു ദുആ ഉണ്ടല്ലോ, നിങ്ങളുടെ സ്വന്തമായിട്ട് നിസ്കരിക്കുമ്പോ വജ്ജഹത്തു കഴിഞ്ഞ ഉടനെയായി എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ദുആ അങ്ങ് നടത്തി കഴിഞ്ഞ ആ നിസ്കാരം നിങ്ങൾ നിസ്കരിച്ചിട്ട് നിങ്ങൾ ദുനിയാവിന്റെ മറ്റുള്ള പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞ വല്ലാഹി ഞാൻ ഈ വിശുദ്ധമായ പള്ളിയിൽ വെച്ചുകൊണ്ട് ഖാജാ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്കൊരു ഹറാം ചെയ്യാൻ കഴിയുകയില്ല. ഒരു ഹറാമും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരൂല. അത്രയും അർത്ഥമുള്ള ദുആയാണ്. മറക്കല്ലേ എൻ്റെ സഹോദരിമാരെ, ഇതൊരു പക്ഷേ നമുക്ക് കാണാതെ പഠിച്ചെടുക്കാൻ ഏകദേശം ഒരു 10 ദിവസത്തോളം വന്നേക്കാം. പോകരുത്, എഴുതി വെക്കാൻ മറക്കല്ലേ. നിങ്ങൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോ വജ്ജഹത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ദുആ ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ, ആ സുന്നത്ത് നിസ്കാരത്തിൽ നിങ്ങൾ വജ്ജഹത്തു കഴിഞ്ഞ ഈ വിശുദ്ധമായ ദുആ ഉണ്ടല്ലോ, ഈ ദുആ ചെയ്യാൻ മറക്കല്ലേ. ഇത് ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്ത ദുആയാണ്. ഇത് ദുആഉൽ ഇഫ്തിതാഹിൽ പെട്ട ഒരു ഇനം ആണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കൈകെട്ടി ഇഹ്റാം തക്ബീറത്തുൽ ഇഹ്റാം
എത്തിയിട്ട് ആദ്യമായി വജ്ജത്തു അങ്ങോതിയിട്ട് എന്റെ പ്രിയപ്പെട്ട കൊച്ചുപെങ്ങളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, പടച്ചറപ്പിനോടങ്ങ് ആത്മാർത്ഥമായി പറഞ്ഞു, അല്ലാഹുമ്മ ബാഇദ് ബൈനി വ ബൈന ഖതായാ. പടച്ചവനെ, എന്റെയും എന്റെ ദോഷങ്ങളുടെയും ഇടയില്, പടച്ചവനെ ആഖിറു സമാനാണല്ലോ ഈ കഴിഞ്ഞു പോകുന്നത്, പടച്ചറപ്പെ തെറ്റുകളുടെ ഇടയിലൂടെയാണല്ലോ സാധുവായ ഞാനും എന്റെ മക്കളും എന്റെ കുടുംബങ്ങളും ജീവിക്കുന്നത്. അല്ലാഹ്, എന്റെയും എന്റെ ദോഷങ്ങളുടെയും ഇടയിൽ നീ വിട്ടുപിരിക്കണേ അല്ലാ. ഏതുപോലെ കമാ ബഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബി, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ഇടയില് നീ എത്രയും ഡിഫറൻസ് പാലിച്ചുകൊണ്ടാണോ നീ വിട്ടു നിർത്തിയത്. കിഴക്ക് അവിടെ കിടക്കുന്നു, പടിഞ്ഞാറ് അവിടെ കിടക്കുന്നു. അതേപോലെ തമ്പുരാനെ, എന്റെയും എന്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന പാപങ്ങളുണ്ടല്ലോ, പാപക്കറകളുണ്ടല്ലോ, അയൽവാസിയെ ചീത്ത വിളിക്കുന്നത്, ഭർത്താവിനോട് ധിക്കാരം കാണിക്കുന്നത്, മക്കളുടെ ഇടയിൽ വിവേചനം കാണിക്കുന്നത്, ഹറാമ് കാണുന്നത്, ഹറാമ് കേൾക്കുന്നത്, അല്ലാഹ് എല്ലാം നീ വിട്ടുപിരിക്കണേ അല്ലാ. മറന്നു പോകരുത് ഈ ദുആ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. എന്നാലും നിങ്ങൾ ഈ ദുആഇനെ നിങ്ങൾ ദുആ ചെയ്യണേ, മറന്നു പോകരുത്. അല്ലാഹു ഖൈർ നൽകട്ടെ. കമാ ബഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബി, പടച്ചവനെ മഗ്രിബിന്റെയും അതായത് കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ഇടയിൽ നീ വിട്ടുപിരിച്ചതുപോലെ എന്റെയും എന്റെ ദോഷങ്ങളുടെയും ഇടയിൽ നീ വിട്ടുപിരിക്കണേ തമ്പുരാനെ. മനുഷ്യന്റെ ശത്രുവായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി ഉണ്ടല്ലോ, ആ ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് കാക്കണേ അല്ലാഹ്. പോരാ, തീരുന്നില്ല. അല്ലാഹുമ്മ നഖിനി മിൻ ഖതായാ. പടച്ചവനെ, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ദോഷങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. ഒരുപാട് നിസ്കാരത്തിൽ നിൽക്കുകയാണ്, ഫാത്തിഹ ഓതാൻ വേണ്ടി പോകുകയാണ്, അല്ലാഹുവിനെ ഞാൻ ആരാധിക്കുന്നു എന്ന് പറയാൻ പോകുകയാണ്. എന്നെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നിർത്തണമെന്ന് അല്ലാഹുവിനോട് പറയാൻ പോകുക. അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് അല്ലാഹുവിനോട് സംസാരിക്കാൻ വേണ്ടി പോകുകയാണ്. അതിന്റെ തുടക്കത്തിൽ എന്റെ പെങ്ങളെ, റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്ത ഈ ദുആ ഉണ്ടല്ലോ, വജ്ജഹത്തു കഴിഞ്ഞ ഉടനെയായി നിങ്ങൾ ഒറ്റക്ക് നിസ്കരിക്കുന്നവരാണോ, നിങ്ങൾ സുന്നത്ത് നിസ്കാരത്തിലാണോ, നിങ്ങൾ ഫർദ് നിസ്കാരം ജമാഅത്തല്ലാതെ ഒറ്റക്ക് നിസ്കരിക്കുകയാണോ, ഇതും കൂടെ അങ്ങ് ദുആ ചെയ്തോ. അല്ലാഹുമ്മ നഖിനി മിൻ ഖതായാ, എന്റെ ദോഷങ്ങളെല്ലാം നീ കഴുകി വൃത്തിയാക്കണേ അല്ലാ. ഏതുപോലെ തമ്പുരാനെ, നല്ല വെളുത്ത പ്യൂർ വസ്ത്രം ഉണ്ടല്ലോ, നല്ല വെളുത്ത വസ്ത്രമുണ്ടല്ലോ, ആ വെളുത്ത വസ്ത്രത്തിൽ അഴുക്ക് വന്നാൽ എങ്ങനെയാണോ ആളുകൾ അതിനെ കഴുകി വൃത്തിയാക്കാറുള്ളത്, വെളുത്ത വസ്ത്രം കഴുകാൻ എല്ലാവർക്കും നല്ല പണിയാ, എല്ലാവർക്കും നല്ല പ്രയാസമാണ്. എന്നാൽ ആ വെളുത്ത വസ്ത്രം കഴുകി വൃത്തിയാക്കുന്നത് പോലെ പടച്ചവനെ റബ്ബേ, ഞാൻ നിസ്കരിക്കാൻ പോകുകയാ, എന്റെ പാപങ്ങളെല്ലാം നീ കഴുകി വൃത്തിയാക്കി തരണേ അല്ലാ. അല്ലാഹുമ്മ ഗ്സിൽനി മിൻ ഖതായായ ബിൽ മാഇ വസ്സൽജി വൽ ബറദി. അല്ലാഹുവിന്റെ സകല പാപങ്ങളും ഉണ്ടല്ലോ പടച്ചവനെ നീ കഴുകി കളയണേ അല്ലാ. എന്നിട്ട് പാപങ്ങളില്ലാത്ത ശരീരത്തിന്റെ ഉടമയാക്കണേ അല്ലാ, നല്ലൊരു മനുഷ്യനാക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഉപേക്ഷിക്കല്ലേ. അല്ലാഹു നമുക്ക് ഖൈർ നൽകുമാറാവട്ടെ. ഇതൊരു ദുആഉൽ ഇഫ്തിതാഹിന്റെ ഒരു ഇനമാണ്. ഞാൻ ഒന്നുകൂടെ വായിക്കട്ടെ, നിങ്ങൾക്ക് എഴുതി വെക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് എഴുതി വെക്കണേ. അല്ലാഹുമ്മ ബാഇദ് ബൈനി വ ബൈന ഖതായായ കമാ ബഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബി. അല്ലാഹുമ്മ നഖിനി മിൻ ഖതായായ കസ്സൗബിൽ അബിയദ് മിനദ് ദനസ്. അല്ലാഹുമ്മ ഗ്സിൽനി മിൻ ഖതായാ, അല്ലാഹുമ്മ ഗ്സിൽനി മിൻ ഖതായാ ബിൽ മാഇ വസ്സൽജി വൽ ബറദി എന്ന വിശുദ്ധമായ പ്രാർത്ഥനയുണ്ടല്ലോ. അല്ലാഹുവേ, നീ ഖൈർ നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്സിൽനി മിൻ ഖതായാ ബിൽ മാഇ വസ്സൽജി വൽ ബറദി എന്നുള്ള പ്രാർത്ഥനയുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ നിസ്കാരത്തിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ.